കുറുമുള്ളൂർ സെൻറ് തോമസ് UP സ്കൂളിൻ്റെ 2025-2026 വർഷത്തെ വാർഷിക റിപ്പോർട്ട്. മാന്യരെ, ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. സുഭാഷിതം 9:10 എന്ന വചനത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ച് 1927 ദേവദാസൻ പൂതത്തിൽ തൊമ്മിയച്ചൻ സ്ഥാപിച്ച ഈ വിദ്യാലയത്തിൻ്റെ 2025-26 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. ഈ സ്കൂളിൻ്റെ വളർച്ചയെ സ്വപ്നം കണ്ട് ഇതിൻ്റെ ഉയർച്ചയ്ക്കായി പരിശ്രമിച്ച് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ അധ്യാപകരെയും ഈ സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ വർഷം നമ്മിൽ നിന്ന് യാത്ര പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സ്റ്റീവ് രാജേഷിനെ അനുസ്മരിക്കാതെ കടന്നു പോകുവാൻ നമുക്ക് സാധിക്കില്ല. നമ്മുടെ പൊന്നോമനയായിരുന്ന സ്റ്റീവിനെ ഒരു നിമിഷം അനുസ്മരിച്ച് അവനു വേണ്ടി പ്രാർത്ഥിക്കാം. 2024-25 വർഷത്തെ സ്കൂൾ വാർഷികം 2024 ജനുവരി 13 സെൻറ് ജോസഫ് കോൺഗ്രിഗേഷൻ സുപ്പീരിയർ ജനറൽ ബഹുമാനപ്പെട്ട സിസ്റ്റർ അനിത SJCയുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട തോമസ് പുതിയുന്നേലച്ചൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. പ്രവേശനോത്സവം 2025 ജൂൺ 2 നവാഗതരായ കുട്ടികൾക്ക് പ്രവേശനോത്സവത്തോടെ സ്വീകരണം നൽകി. സ്കൂൾ മാനേജർ റവറൻഡ് സിസ്റ്റർ എൽസിയൂസ് അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചു. പുതിയ കുട്ടികൾക്ക് ബാഗ്, നോട്ട്ബുക്ക്, മധുരപലഹാരം എന്നിവ നൽകി സ്വീകരിച്ചു. ബെസ്റ്റ് ഔട്ട്ഗോയിങ് സ്റ്റുഡൻസിന് അഡ്വക്കേറ്റ് അശോക ബാബു ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. PTA പ്രസിഡന്റ് ശ്രീ ജോമോൻ ജോസഫും MPTA പ്രസിഡന്റ് ശ്രീമതി അബീസി എബ്രാഹവും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്ഥലം മാറ്റം. ഈ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആയിരുന്ന സിസ്റ്റർ ഷീബ സർവീസിൽ നിന്നും വിരമിച്ച ഒഴിവിലേക്ക് കരിപ്പാടം സ്കൂളിൽ നിന്നും സിസ്റ്റർ റോസ്മി നിയമിതയായി. കണ്ണങ്കര സ്കൂളിലേക്ക് പ്രമോഷൻ ലഭിച്ചു പോയ അനിറ്റ ജെയ്സണിൻ്റെ ഒഴിവിലേക്ക് ജിനിൻ എബ്രാഹാം നിയമിതനായി. ശ്രീമതി ജിഷ ബേബി SH മൗണ്ട് സ്കൂളിലേക്ക് പ്രമോഷനായി പോയ ഒഴിവിലേക്ക് ശ്രീമതി ആഷ്ലി കുര്യാക്കോസ് നിയമിതയായി. നിലവിലുള്ള ഷിഫ്റ്റ് വേക്കൻസിയിലേക്ക് ജിനു ജെയിംസ് നിയമിക്കപ്പെട്ടു. PTA MPTA ജൂൺ 20 ചേർന്ന PTA പൊതുയോഗത്തിൽ ശ്രീ സനോജ് കുര്യനെ പ്രസിഡൻ്റായും വൈസ് പ്രസിഡൻ്റായി ശ്രീ സനീഷ് മാടവനെയും MPTA പ്രസിഡൻ്റായി ശ്രീമതി അബി സി എബ്രാഹവും വൈസ് പ്രസിഡൻ്റായി ശ്രീമതി ഷൈനി ജോർജും തിരഞ്ഞെടുക്കപ്പെട്ടു. 20 പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി സഹകരിക്കുന്നു. സ്കൂൾ പാർലമെൻറ്റ്. തികച്ചും ജനാധിപത്യ രീതിയിൽ നടത്തിയ സ്കൂൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മാസ്റ്റർ എഫ്രായിം തോമസ് ജെയ്സൺ സ്കൂൾ ലീഡറായും കുമാരി അൽമി മരിയ ഷിബി സ്കൂൾ ചെയർപേഴ്സണായും തിരഞ്ഞെടുക്കപ്പെട്ടു. KCSL സന്മാർഗപാഠം. ജീവിത മൂല്യങ്ങളിൽ അടിയുറച്ച ജീവിതം നയിക്കുവാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ സന്മാർഗബോധനവും KCSL സംഘടനാ പ്രവർത്തനങ്ങളും നടത്തുന്നു. കോട്ടയം അതിരൂപതാ തലത്തിൽ നടത്തിയ മത്സരങ്ങളിൽ ഇവിടുത്തെ കുട്ടികൾ പങ്കെടുക്കുകയും വിജയികളാവുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഘടനയുടെ നേതൃത്വത്തിൽ സർവ്വമത പ്രാർത്ഥന, ഒക്ടോബർ മാസത്തിൽ 10 ദിവസം ജപമാല പ്രാർത്ഥന, പൂവർ ഫണ്ട് കളക്ട് ചെയ്ത് സാധു സേവനം, പഠനോപകരണങ്ങൾ ശേഖരിച്ച് പഞ്ചാബ് മിഷനിലേക്ക് അയക്കൽ എന്നിവയിലൂടെയെല്ലാം ഈ സംഘടന ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നു. സൈലൻസ് ടൈം. എല്ലാ ദിവസവും രാവിലെ 9:15 സൈലൻസ് ടൈം ആരംഭിക്കും. ഈ സമയത്ത് അധ്യാപകരുടെയും സുരക്ഷാ ക്ലബിൻ്റെയും നേതൃത്വത്തിൽ ഓരോ ദിവസത്തെയും പത്രവുമായി ബന്ധപ്പെട്ട ക്വിസ് ക്വസ്റ്റ്യൻസ് ഉത്തരത്തോടുകൂടി മൈക്കിൽ കൂടി പറഞ്ഞു കൊടുക്കുകയും കുട്ടികൾ എഴുതിയെടുത്ത് പഠിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ മാസവും അവസാനം ക്വിസ് മത്സരം നടത്തുകയും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് സ്കൂൾ വാർഷികത്തിൽ സമ്മാനം നൽകുകയും ചെയ്യുന്നു. സ്കൂൾ അസംബ്ലി. ആഴ്ചയിൽ 3 ദിവസം 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ നേതൃത്വത്തിൽ അസംബ്ലി നടത്തുന്നു. പത്രവാർത്ത, ബൈബിൾ റീഡിംഗ്, കവിപരിചയം തുടങ്ങി അസംബ്ലിയിലെ സാധാരണ ചടങ്ങുകൾക്ക് പുറമെ ഓരോ മാസവും അച്ചടക്കം, പഠനം, കൃത്യനിഷ്ഠ, ശുചിത്വം, മര്യാദ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ബെസ്റ്റ് ക്ലാസ്സിനെ കണ്ടെത്തുകയും ട്രോഫി നൽകി ആ ക്ലാസ്സിനെ ആദരിക്കുകയും ചെയ്യുന്ന പതിവ് ഈ വർഷം തുടങ്ങിയിട്ടുണ്ട്. പൂന്തോട്ടവും പച്ചക്കറിത്തോട്ടവും. അധ്യാപകരും കുട്ടികളും ചേർന്ന് ഈ വർഷം 100 ഗ്രോ ബാഗുകൾ ഉപയോഗിച്ച് അടുക്കളയുടെ സമീപത്ത്
നല്ല ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ മുറ്റത്ത് 15 വ്യത്യസ്ത നിറത്തിലുള്ള ബൊഗെയിൻ മുല്ല നട്ടും സ്കൂളും പരിസരവും മനോഹരമാക്കിയിട്ടുണ്ട്. വായനക്കളരി. ജൂൺ 20-ന് സ്കൂൾ അസംബ്ലിയിൽ വെച്ച് മനോരമയുടെ സർക്കുലേഷൻ മാനേജർ കുറുമുള്ളൂർ ലയൺസ് ക്ലബ്ബ് സ്പോൺസർ ചെയ്ത 3 മനോരമ പത്രത്തിൻ്റെ കോപ്പി സ്കൂൾ മാനേജർക്ക് നൽകി വായനക്കളരി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിൽ ഇംഗ്ലീഷ് വായന പരിപോഷിപ്പിക്കുന്നതിന് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറും ഇവിടെ വരുത്തുന്നുണ്ട്. കുറുമുള്ളൂർ ലയൺസ് ക്ലബ്ബിനു നന്ദി പറയാൻ ഈ സമയം വിനിയോഗിക്കുന്നു. വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനം. ഈ വർഷത്തെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം ജൂലൈ 11-ാം തീയതി സ്കൂൾ മാനേജറുടെ അധ്യക്ഷതയിൽ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും കുറുമുള്ളൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റും കോട്ടയം റിട്ടയർഡ് RTOയുമായ ശ്രീ VM ചാക്കോ മുഖച്ചിറയിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ കുട്ടികളെ 3 ഗ്രൂപ്പുകളായി തിരിച്ച് അധ്യാപകരുടെ നേതൃത്വത്തിൽ കലാകായിക സാഹിത്യ വാസനകളെ പ്രോത്സാഹിപ്പിച്ച് സമ്മാനങ്ങൾ നൽകുന്നു. ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കിയത് ലോട്ടസ് ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിന് നേതൃത്വം നൽകിയ ജിതിൻ എബ്രഹാം, അഭിഷേക് അലക്സ് എന്നീ അധ്യാപകരെയും കുട്ടികളെയും അഭിനന്ദിക്കുവാനും ഈ സമയം ഞാൻ വിനിയോഗിക്കുന്നു. ദിനാചരണങ്ങൾ. ഓരോ മാസത്തെയും ദിനാചരണങ്ങൾ ആ മാസം ചാർജുള്ള അധ്യാപകരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു. പരിസ്ഥിതി ദിനം, വായനാ ദിനം, ഓണം, ശിശുദിനം, ക്രിസ്മസ്, കേരളപ്പിറവി, അധ്യാപക ദിനം തുടങ്ങിയവയെല്ലാം സമുചിതമായി നടത്തപ്പെട്ടു. ഗ്രാൻഡ് പേരൻസ് ഡേയുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ വല്യച്ഛന്മാർക്കും വല്യമ്മമാർക്കുമായി ഓൺലൈൻ മത്സരം സംഘടിപ്പിക്കുകയും മത്സരത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയവർക്ക് അധ്യാപകർ വീടുകളിൽ പോയി അവർക്ക് സമ്മാനങ്ങൾ നൽകി ആദരിച്ചത് അവർക്ക് വളരെ സന്തോഷമായി. ക്രിസ്തുമസിനോടനുബന്ധിച്ച് കുട്ടികളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി കേക്ക് മേക്കിംഗ് മത്സരം നടത്തിയിരുന്നു. അതിൽ 1ാം സമ്മാനം നേടിയ അക്ഷയ്, ആഷിഖ് എന്നിവരുടെ വിദ്യാർത്ഥിയുടെ കുടുംബത്തിനും, 2nd ഇഷാൻ ദേവിൻ്റെ കുടുംബത്തിനും, 3rd ജോദാതൻ ജോജിയുടെ കുടുംബത്തിനുമാണ്. ഇതിനുള്ള ക്യാഷ് അവാർഡുകൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് 1ാം സമ്മാനത്തിന് PTA പ്രസിഡന്റ് സനോജ് കുര്യൻ കീഴെഴുത്തുമലയിൽ, 2ാം സമ്മാനം മജീഷ് മാത്യു പൂഴിക്കുന്നേൽ, 3ാം സമ്മാനം സാജു കുര്യൻ പൂഴിക്കുന്നേൽ എന്നിവരാണ്. സ്പോൺസർ ചെയ്തവർക്കും വിജയികൾക്കും അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു. ഈ വർഷത്തെ തപാൽ ദിനത്തിൽ കുട്ടികൾ ഓണംതുരുത്ത് പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുകയും അവരുടെ വീട്ടിലേക്ക് അയച്ച എഴുത്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ അസംബ്ലി നടത്തുകയും ഏറ്റുമാനൂരിലുള്ള സാൻ ജോസ് വിദ്യാലയം എന്ന സ്പെഷ്യൽ സ്കൂൾ സന്ദർശിക്കുകയും കുറച്ചു സമയം അവരോടൊപ്പം ചെലവഴിക്കുകയും ചെയ്തു. കലാകായിക പ്രവൃത്തി പരിചയമേളകൾ. കുറവിലങ്ങാട്, പെരുവ, കല്ലറ എന്നീ സ്കൂളുകളിൽ വെച്ച് നടന്ന സബ് ജില്ലാതല പ്രവൃത്തി പരിചയം, ഗണിതശാസ്ത്രമേള, കലാമേള എന്നിവയിൽ ഇവിടുത്തെ കുട്ടികൾ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ നേടുകയും ചെയ്തു. മത്സരത്തിൽ പങ്കെടുത്ത് വിജയം നേടിയവരെയും അവരെ ഒരുക്കിയ മാതാപിതാക്കളെയും അധ്യാപകരെയും നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്നു. ടേബിൾ ടെന്നീസ് ഗെയിം പരിശീലനം. ഈ അധ്യയന വർഷം മുതൽ സ്കൂളിൽ ടേബിൾ ടെന്നീസ് പരിശീലനം ആരംഭിക്കാൻ സാധിച്ചു. ഇതിന് ആവശ്യമായ ഉപകരണങ്ങളും സൗകര്യങ്ങളും ഒരുക്കാൻ പ്രോത്സാഹനവും പ്രേരണയും നൽകിയ ഈ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയായ ശ്രീ സണ്ണി പാടികുന്നേലിനെ നന്ദിയോടെ ഓർമ്മിക്കുന്നു. കുട്ടികളിൽ കായിക മികവ് വളർത്തുന്നതിനും മാനസിക ഉല്ലാസത്തിനും ഇത് സഹായിക്കുന്നു. ഹൈടെക് ക്ലാസ് റൂമുകൾ. ഈ അധ്യയന വർഷം തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ നിന്നും ഹൈടെക് മോഡലുള്ള 25 സെറ്റ് ഡെസ്കും ബെഞ്ചും നമ്മുടെ അപേക്ഷ പ്രകാരം നമുക്ക് ലഭിക്കുകയുണ്ടായി. പഠനത്തിൽ ഉത്സാഹവും സന്തോഷവും വളർത്താൻ ഇത് കുട്ടികൾക്ക് കാരണമായി. തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതർക്ക് നന്ദി പറയുവാനും ഈ അവസരം ഉപയോഗിക്കുന്നു. നോട്ട് ബുക്കുകളും പഠന സാമഗ്രികളും വൃത്തിയായി സൂക്ഷിക്കുന്നതിന് പരിശീലനം. ഓരോ ക്ലാസ്സിലും അധ്യാപകർ കുട്ടികളുടെ നോട്ട് ബുക്കുകൾ ചെക്ക് ചെയ്യുന്നതിന് പുറമെ പ്രധാന അധ്യാപിക ഓരോ ടേമിലും പരീക്ഷയ്ക്ക് ശേഷം ഓരോ കുട്ടികളുടെയും എല്ലാ നോട്ട് ബുക്കുകളും നോക്കി വിലയിരുത്താറുണ്ട്. SRGയിൽ അതിലെ നന്മകളും കുറവുകളും ചൂണ്ടിക്കാട്ടുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യാറുണ്ട്. ഓരോ ക്ലാസ്സിലും നോട്ട് ബുക്കുകളും പുസ്തകങ്ങളും പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വൃത്തിയായി സൂക്ഷിക്കുന്നവർക്ക് ഈ വർഷം മുതൽ വാർഷികത്തിന് സമ്മാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചഭക്ഷണ പരിപാടി. ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമനുസരിച്ച് പാൽ, മുട്ട, പച്ചക്കറികൾ,
പയറുവർഗ്ഗങ്ങൾ എന്നിവയെല്ലാം ഉൾക്കൊള്ളിച്ച് പോഷക രീതിയിൽ രുചികരമായി ഭക്ഷണം കുട്ടികൾക്ക് നൽകുന്നതിൽ സഹായിക്കുന്ന ശ്രീമതി ലിസി ജോസിനെ പ്രത്യേകം അനുമോദിക്കുന്നു. മാസത്തിലൊരിക്കലെങ്കിലും ചിക്കൻ, ബിരിയാണി, മീൻകറി, പായസം എന്നിവ കുട്ടികൾക്ക് നൽകി വരുന്നു. കുട്ടികളുടെ ജന്മദിനത്തിൽ മിഠായി കൊണ്ടുവരുന്ന ശീലം നിർത്തലാക്കിയിട്ടുണ്ട്. അതിനു പകരമായി സാധിക്കുന്നതുപോലെ കുട്ടികൾ പച്ചക്കറികൾ, ചിക്കൻ എന്നിവ ഒക്കെ സംഭാവനയായി നൽകാറുണ്ട്. സ്കോളർഷിപ്പ് പരീക്ഷകൾ. കുട്ടികളുടെ ബൗദ്ധിക വിജ്ഞാനം വർദ്ധിക്കുന്നതിനായി എല്ലാവിധ സ്കോളർഷിപ്പ് പരീക്ഷകൾക്കും മത്സരങ്ങൾക്കും കുട്ടികൾക്ക് പ്രത്യേക പരിശീലനവും പ്രോത്സാഹനവും നൽകി വരുന്നു. 2025 LSS വിജയികളായ ജോബ് മാത്യുവിനും ദർശന സുനിലിനും അഭിനന്ദനങ്ങൾ. ക്ലാസ് സെമിനാർ. അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം സ്ഥാപിക്കാൻ, ഇന്നത്തെ തലമുറയെ ശരിയായ രീതിയിൽ വാർത്തെടുക്കാൻ സിസ്റ്റർ ഹൃദ്യ SJCയുടെ നേതൃത്വത്തിൽ രക്ഷിതാക്കൾക്ക് 2 മണിക്കൂർ ക്ലാസ് എടുത്തു. മാന്നാനം KE കോളേജ് MSW വിദ്യാർത്ഥികൾ കുട്ടികളിലെ പ്രശ്നങ്ങളും നിവാരണങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി കുട്ടികൾക്ക് ഒരു വ്യക്തിത്വ വികസന ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു. കൈത്താങ് 2025. ഓരോ ക്ലാസ്സിലും മലയാളം, ഇംഗ്ലീഷ് എന്നിവയിൽ എഴുത്ത്, വായന എന്നിവ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകുന്ന പരിപാടിയാണ് കൈത്താങ് 2025 എന്നത്. ഓരോ ക്ലാസ്സിലും പഠനത്തിൽ പിന്നോക്കം നിന്നിരുന്ന കുട്ടികളെ മുൻനിരയിൽ എത്തിക്കാൻ ഇത് വളരെ പ്രയോജനമേകി. പഠനയാത്രകൾ. പാഠപുസ്തകത്തിനും ക്ലാസ് പ്രവർത്തനങ്ങൾക്കും പുറമെ അനുഭവ പരിചയവും വിജ്ഞാനവും വിനോദവും കുട്ടികളിൽ നിറയ്ക്കുന്നതിനായി കുറവിലങ്ങാട് സയൻസ് സിറ്റിയിലേക്കും വിനോദയാത്രയായി വണ്ടർലായിലേക്കും 2 യാത്രകൾ ഈ വർഷം സംഘടിപ്പിക്കുകയുണ്ടായി. ശാസ്ത്ര വിഷയത്തിലെ പ്രായോഗിക അറിവും കൂട്ടായ്മയും മാനസിക ഉല്ലാസവും വളർത്താൻ ഈ 2 യാത്രകളും കുട്ടികളിൽ രൂപപ്പെട്ടു എന്ന് കുട്ടികൾ തയ്യാറാക്കിയ അനുഭവക്കുറിപ്പും യാത്രാ വിവരണവും വ്യക്തമാക്കുന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഗമം. 2026-27 നമ്മുടെ സ്കൂളിൻ്റെ ശതാബ്ദി വർഷമാണ്. ശതാബ്ദി ആഘോഷങ്ങളുടെ മുന്നൊരുക്കം എന്ന നിലയിൽ സ്കൂളിലെ പറ്റാവുന്നത്ര പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും അടങ്ങുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ആദ്യമേ തന്നെ രൂപപ്പെടുത്തി. 2 ദിവസങ്ങൾ കൊണ്ട് അതിൽ 900-ൽ അധികം വ്യക്തികൾ ജോയിൻ ചെയ്തു. ഈ പൂർവ്വ വിദ്യാർത്ഥി ഗ്രൂപ്പ് നമ്മുടെ സ്കൂളിൻ്റെ ഒരു വലിയ ശക്തി കേന്ദ്രം തന്നെയാണ്. ശതാബ്ദി ആഘോഷങ്ങൾക്ക് വേണ്ടി ഇതിൽ നിന്ന് തന്നെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആഘോഷങ്ങളുടെ ജനറൽ കൺവീനറായി ശ്രീ ജോസ് തോമസ് മലയപ്പറമ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. 2026 ജനുവരി 2-ന് ഓർമ്മക്കൂട്ട് എന്ന പേരിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. അതിൽ പൂർവ്വ വിദ്യാർത്ഥികളായ ജനപ്രതിനിധികളെ ആദരിച്ചു. സ്കൂളിലെ പഴയ അനുഭവങ്ങൾ പലരും പങ്കുവയ്ക്കുകയും ചെയ്തു. വിവിധ കലാപരിപാടികളും ഫണ്ണി ഗെയിമുകളുമൊക്കെയായി എല്ലാവരുടെയും സഹകരണത്തോടെ വൻ വിജയമായി തീർന്നു. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അമേരിക്കയിൽ വളരെ ഉത്തരവാദിത്വങ്ങളും തിരക്കുകളുമൊക്കെയുള്ള ജെയ്മോൾ ടോമി ചിക്കാഗോയിൽ നിന്ന് വന്ന് സ്വന്തമായി സ്കൂളിനെക്കുറിച്ച് ഒരു പാട്ടുണ്ടാക്കുകയും സഹോദരികളെ പഠിപ്പിച്ച് ഇവിടെ പാടിയത് ഓർമ്മക്കൂട്ടിനെ വളരെ മനോഹരമാക്കിയതും പ്രശംസനീയമാണ്. അതുപോലെ മറ്റൊരു ജൂബിലി ഗാനം പൂർവ്വ വിദ്യാർത്ഥിനിയായ സിസ്റ്റർ മേഴ്സി എഴുതിയിട്ടുണ്ട്. 2 പേരെയും അഭിനന്ദിക്കുവാൻ ഈ സമയം ഞാൻ വിനിയോഗിക്കുന്നു. ഇന്നത്തെ ഈ വാർഷിക ആഘോഷവും ശതാബ്ദി ഉദ്ഘാടനവും ഇത്ര മനോഹരമാക്കാൻ സാധിച്ചത് പൂർവ്വ വിദ്യാർത്ഥിയുടെയും സ്കൂളിലെ രക്ഷാകർത്താക്കളുടെയും സഹായത്താലാണ്. ഇന്നത്തെ ഈ പരിപാടികളെല്ലാം ലൈവായി ടെലികാസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ടിജു കണ്ണമ്പള്ളിയാണ്. സ്റ്റേജിൽ വച്ചിരിക്കുന്ന ഈ ഡിജിറ്റൽ സ്ക്രീൻ ജെയ്മോൾ ടോണി ചിക്കാഗോയുടെ സംഭാവനയാണ്. ഇന്നത്തെ ഫുഡിൻ്റെ ചെലവ് മുഴുവനും ബിജു തുടിയാലിലാണ്. ഇന്നത്തെ ചെണ്ടമേളം സ്പോൺസർ ചെയ്തിരിക്കുന്നത് റെജി പാറയിൽ. ഇന്നത്തെ ഡെക്കറേഷൻ്റെ ചിലവ് ഷാജി മാളവന എന്നിവരാണ്. നമുക്ക് ഗ്രൗണ്ടിൽ വാഹനം പാർക്ക് ചെയ്യുവാൻ വഴി ഒരുക്കുന്നതിന് തൻ്റെ സ്വന്തം JCP നമുക്ക് വിട്ടു തന്ന് നമ്മളെ സഹായിച്ചത് ബിജു മലയപ്പറമ്പിലാണ്. എല്ലാവർക്കും പൂർവ്വ വിദ്യാർത്ഥികളായ ഇവർക്ക് എല്ലാവർക്കും നന്ദി പറയുവാനും ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. ന്യൂ അഡ്മിഷൻ. 2026 ഫെബ്രുവരി 1 മുതൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു.
ശതാബ്ദി വർഷമായതിനാൽ ആദ്യം ഈ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന 25 കുട്ടികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ നൽകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതിനും പൂർവ്വ വിദ്യാർത്ഥികളായ പലരും സംഭാവന ചെയ്തിട്ടുണ്ട്. ഇതുവരെ അഡ്മിഷൻ എടുത്ത 3 കുട്ടികൾക്ക് സൈക്കിൾ സമ്മാനമായി നൽകാൻ സാധിച്ചു. ഇതിനുവേണ്ടി സംഭാവന ചെയ്തവരെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ശ്രീ ജോയി പൂത്തറ, ഫിലിപ്പ് മന്നാകുളം, നിജോ ഷാജി ആട്ടേൽ, എഡ്വിൻ ഷൈജു ആട്ടേൽ എന്നിവരും പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെയാണ്. ഇവർക്കും നന്ദി പറയുന്നു. നന്ദിയുടെ ഒരു വാക്ക്. ഇന്നത്തെ വിദ്യാർത്ഥിയുടെ പഠന പുരോഗതിയെ ലക്ഷ്യമാക്കി വിവിധ സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയിരിക്കുന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. കോട്ടയം കോർപ്പറേറ്റ് മാനേജർ അഭിവന്ദ്യ മാർ മാത്യു മൂലക്കാട്ട് മെത്രാപ്പോലിത്തയോടും കോർപ്പറേറ്റ് സെക്രട്ടറി ബഹുമാനപ്പെട്ട തോമസ് പുതിയുന്നേൽ അച്ഛനോടും സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളെ സഹായിക്കുന്ന ലോക്കൽ മാനേജർ സിസ്റ്റർ LCSനോടും സെൻറ്റ് ജോസഫ് കോൺഗ്രിഗേഷൻ സുപ്പീരിയർ ജനറൽ ബഹുമാനപ്പെട്ട സിസ്റ്റർ അനിതയോടും കൗൺസിലേഴ്സിനോടും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടി മനോഹരമാക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും കുർമുളു സെൻറ്റ് സ്റ്റീഫൻസ് ഇടവക വികാരി ബഹുമാനപ്പെട്ട ചെരുവിൽ ജെയിംസ് അച്ഛനോടും ഇടവകയിലെ കൈക്കാരന്മാർ, PTA MBT അംഗങ്ങൾ, സെൻറ്റ് തോമസ് നേഴ്സറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജീനയോടും സ്റ്റാഫിനോടും നന്ദി അറിയിക്കുന്നു. മൂല്യബോധത്തിലും അച്ചടക്കത്തിലും കുട്ടികളെ സ്നേഹിക്കുകയും വളർത്തുകയും ചെയ്യുന്ന ഇവിടുത്തെ എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും നന്ദി അറിയിക്കുന്നു. സ്കൂളിൽ വാഹനമൊരുക്കി കുട്ടികളെ എന്നും സുരക്ഷിതരായി എത്തിക്കുന്ന ശ്രീ മനോജിനോടും ബിജുവിനോടും നന്ദി പറയുന്നു. ഈ നിമിഷം വരെ ദൈവം നൽകിയ ഓരോ നന്മകൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ സ്കൂളിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ തോമാസ് ലീഹായുടെയും സ്ഥാപക പിതാവായ ദേവദാസൻ പൂതത്തിൽ തൊമ്മിയച്ചൻ്റെയും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ എസ്തപ്പാനോസിൻ്റെയും മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു.